Next we shall learn about the energy of a charged condenser. ഒരു കണ്ടൻസറിനെ ചാർജ് ചെയ്യുന്ന വർക്കാണ് അതിൽ എനർജി ആയിട്ട് സ്റ്റോർഡ് ആവുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് രണ്ട് പ്ലേറ്റുകളുടെ ഇടയിലുള്ള മീഡിയത്തിൽ വർക്ക് ഡൺ ഈസ് സ്റ്റോർഡ്. അപ്പോൾ ഒരു കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് സിയും അതിൽ ഉള്ള ചാർജ് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ചാർജ് ക്യൂ, പൊട്ടൻഷ്യൽ വി ആണെങ്കിൽ നമുക്കറിയാം വി ഈക്വൽ ടു ക്യൂ ബൈ സി. അപ്പോൾ ഈ ചാർജ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൊടുക്കുന്ന ഒരു ചെറിയ ചാർജ് ഡി ക്യൂ ആണെങ്കിൽ ആ ഡി ക്യൂ ചാർജ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്ക്, പൊട്ടൻഷ്യലിൻ്റെ ഫോർമുല നമുക്കറിയാം വി ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ. അപ്പോൾ പൊട്ടൻഷ്യലിൻ്റെ ഫോർമുല വി ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ ആണ്. സോ ദ വർക്ക് ഡൺ ഡബ്ല്യു ടു ബ്രിങ് എ ചാർജ് ക്യൂ ഇൻ ടു ദാറ്റ് ഫീൽഡ് ഈസ് ഡബ്ല്യു ഈക്വൽ ടു ക്യൂ വി. അപ്പോൾ ഒരു ചെറിയ ചാർജ് ക്യൂ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ദ വർക്ക് ഡൺ ഡി ഡബ്ല്യു ഡി ക്യൂ എന്നുള്ള ഒരു ചെറിയ ചാർജ് കൊടുക്കുമ്പോൾ ചെയ്യുന്ന വർക്ക് വി ഡി ക്യൂ, ഡി ഡബ്ല്യു ഈക്വൽ ടു വി ഡി ക്യൂ. ഇനി വി എന്നുള്ളതിന് പകരം നമ്മുടെ റിലേഷൻഷിപ്പ് ക്യൂ ഈക്വൽ ടു സി വി ആണ്. അപ്പോൾ വി ഈക്വൽ ടു ക്യൂ ബൈ സി അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സ്മോൾ ക്യൂ അല്ലെങ്കിൽ ക്യാപിറ്റൽ ക്യൂ ഏത് വേണമെങ്കിലും എഴുതാം. സോ ഡി ഡബ്ല്യു ഈക്വൽ ടു സ്മോൾ ലെറ്റർ എഴുതാം ക്യൂ ബൈ സി ഡി ക്യൂ. This is a small work done to give a charge dq to the capacitor. So, in order to charge the capacitor from 0 to capital Q, the total work done W equal to integral 0 to capital Q dW equal to integral 0 to capital Q Q by C dq. Capacitance എന്ന് പറയുന്നത് it is a constant for a given capacitor and it depends on the geometry, ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദി കണ്ടക്ടർ. അപ്പോൾ ആ സി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്തേക്ക് എടുത്തു. ഇനി ഇൻ്റഗ്രൽ ക്യൂ ഡി ക്യൂ ചെയ്താൽ എന്താ കിട്ടുക ആൻസർ? ക്യൂ സ്ക്വയർ ബൈ 2 എന്നാണ് അല്ലേ. ഇപ്പോൾ ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ. അപ്പോൾ ഇവിടെ ക്യൂ ഡി ക്യൂ പറയുമ്പോൾ ക്യൂ റൈസ് ടു 1 ആണ്, എന്നിന് പകരം 1 പ്ലസ് 1 2. അപ്പോൾ ക്യൂ സ്ക്വയർ ബൈ 2 എന്ന് വന്നു. വിത്തിൻ ലിമിറ്റ്സ് 0 ആൻഡ് ക്യാപിറ്റൽ ക്യൂ ഈസ് എ ഫൈനൽ ചാർജ്. സോ ദ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ക്യൂ സ്ക്വയർ ബൈ 2 മൈനസ് 0 എന്നുള്ളത് 0 തന്നെ. അപ്പോൾ ഡബ്ല്യു ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ 2c. ദിസ് ഈസ് എ വർക്ക് ഡൺ ഓൺ ദി കപ്പാസിറ്റർ. ഈ നമ്മൾ ചെയ്യുന്ന വർക്കാണ് അതിൽ എനർജി ആയിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർഡ് ആവുന്നത്. അപ്പോൾ എനർജിക്ക് സാധാരണ യൂസ് ചെയ്യുന്ന സിമ്പിൾ യു ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ 2c. അതാണ് പൊട്ടൻഷ്യൽ എനർജി എന്നുള്ളതിൻ്റെ ഫോർമുല. വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇനി നമുക്ക് ഈ ക്യൂവിനും സി എന്നുള്ളതിന് പകരം ഇതിന് പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം ഈ ഫോർമുല തന്നെ. ക്യൂ പറയുന്നത് സി വി ആണ്. അപ്പോൾ ക്യൂ സ്ക്വയർ എന്നുള്ളത് എന്തായി? സി സ്ക്വയർ വി സ്ക്വയർ ആയി അല്ലേ, ബൈ 2c. അപ്പോൾ ഒരു സിയും സ്ക്വയറും ക്യാൻസൽ ചെയ്താൽ യു ഈസ് ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ. അപ്പോൾ ഇൻ ടേംസ് ഓഫ് സി ആൻഡ് വി പറയുകയാണെങ്കിൽ ഹാഫ് സി വി സ്ക്വയർ. ഇനി ഇൻ ടേംസ് ഓഫ് ക്യൂ ആൻഡ് വി ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ക്യൂ ആൻഡ് വി. അപ്പോൾ സി എന്നുള്ളതിന് പകരം സി എന്നുള്ളതിന് പകരം ക്യൂ ബൈ വി. ക്യൂ ആണ് വലുത് അല്ലേ. സി ഈക്വൽ ടു ക്യൂ ബൈ വി ഈ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ 1 ഇൻ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ 2c എന്നുള്ളതിന് പകരം ക്യൂ ബൈ വി. അപ്പോൾ ഈ ക്യൂവും ഒരു സ്ക്വയറും പോയി. അപ്പോൾ കിട്ടുന്ന ആൻസർ എന്താണ്? ഹാഫ് ക്യൂ വി.
അപ്പോൾ ഇതിന് പല വിധത്തിൽ നമ്മൾ എനർജി ഓഫ് എ കപ്പാസിറ്റർ Q²/2C, അത് തന്നെയാണ് ഹാഫ് CV², ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് QV. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. ഇനി ഇതിന്ന് സാധാരണ വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ, ദർ ഇസ് എ ഗ്രാഫ് ഗിവൺ ബിറ്റ്വീൻ പൊട്ടൻഷ്യൽ ആൻഡ് ചാർജ്. നമുക്കിത് രണ്ടും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് അറിയാം. ചാർജ് ആൻഡ് പൊട്ടൻഷ്യൽ are directly proportional. So the graph is a straight line. Find the area under the graph and what does the area represent. അപ്പോൾ ഇതിൻ്റെ താഴെയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഏരിയയാണ്. ABC, ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC പറയുന്നത് ഹാഫ് BH അല്ലേ. അപ്പോൾ ഹാഫ് ഇൻറ്റു ഈ വാല്യൂ പൊട്ടൻഷ്യൽ V ആണ്. ഇവിടെ ഇത് പൊട്ടൻഷ്യലും ഇത്രയുള്ള ചാർജ് Q ആണ്. സോ ഹാഫ് ഇൻറ്റു V ഇൻറ്റു AB ഇൻറ്റു BC എന്നുള്ളത് V ഇൻറ്റു Q എന്ന് വരും. ഹാഫ് QV പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ എനർജി ഓഫ് ദി കപ്പാസിറ്റർ. അപ്പോൾ ഏരിയ അണ്ടർ ദ ഗ്രാഫ് റെപ്രസെൻറ്റ്സ് എനർജി.